ശ്രീ വട്ടിയൂർക്കാവ് അജിത്ത്, ഇവിടെ ഒരാൾ കൂടി രാഹുൽ ഈശ്വറിന് കൂട്ടായ അകത്തേക്ക് പോകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പിന്നെയും പരാതി വരുന്നുണ്ട്. രാഹുൽ തെറ്റുകാരനാണോ അല്ലേ എന്നുള്ളത് കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ രാഹുൽ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു എന്ന വ്യക്തമായ പരാതി പോലീസിന് മുന്നിലുണ്ട്. രാഹുൽ ഇപ്പോഴും എന്താണ് ഒന്നും മിണ്ടാതെ അദ്ദേഹം നിയമത്തോട് സഹകരിക്കാതെ ഒളിവിൽ പോയിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ മാങ്കൂട്ടത്തിനെയും ഈശ്വരനെയും ഒക്കെ ഇപ്പോഴും ഇങ്ങനെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നത് ഷൈത്ത്? മാങ്കൂട്ടത്തിനെയും രാഹുൽ ഈശ്വറിനെയും പിന്താങ്ങുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ നീതിയും ന്യായവും നടപ്പിലാവണം. സത്യം വിളിച്ചു പറയുന്നവനെ പിടിച്ച് ജയിലിലിടുന്ന ഒരു അവസ്ഥയാണ് ഇതാ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഈശ്വർ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? രാഹുൽ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു കാര്യം, വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണ് എന്നൊരു സത്യം പറഞ്ഞതിന്റെ പേരിലല്ലേ അദ്ദേഹത്തെ പിടിച്ച് ജയിലിൽ അടച്ചിരിക്കുന്നത്? ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുന്ന രീതിയിലുള്ള ഡോഗ്സിൽ നടത്തി, അതിനാണ് പിടിച്ചകത്തിട്ടേക്കുന്നത്. മാത്രം ശ്രീ വട്ടിയൂർക്കാവ് കുമാർ ഇവിടെ ഒറ്റ ചോദ്യം, ഇവിടെ രാഹുൽ ഈശ്വർ ഒരു വീഡിയോ പുറത്തുവിട്ടു എന്ന് പറഞ്ഞാൽ രാഹുലിന് ജാമ്യം നിഷേധിക്കാനുള്ള പ്രധാന കാരണങ്ങളൊന്നായി ഇദ്ദേഹം ഈ തെളിവുകൾ ടാമ്പറയോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. രാഹുൽ ഒരു വീഡിയോ പുറത്തുവിട്ടു എന്ന് പറഞ്ഞാൽ എൻ്റെ ലാപ്ടോപ്പ് ചോദിക്കുന്നു, ലാപ്ടോപ്പ് ഞാൻ മാറ്റി വെക്കട്ടെ, ഒളിച്ചു വെക്കട്ടെ. ശ്രീ വട്ടിയൂർക്കാവ് കുമാർ, നിങ്ങൾ ഈ പറഞ്ഞ AKM എന്ന് പറയുന്ന അതിന്റെ ഭാരവാഹികളൊക്കെ മണ്ടന്മാരാണോ, മണ്ടന്മാരെ പോലെ അഭിനയിക്കുന്നതാണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ലാപ്ടോപ്പ് അദ്ദേഹം ബുദ്ധിപൂർവ്വം, കാരണം ഞാൻ വേറെ ഒന്നും പറയാനില്ല, ഇപ്പൊ എന്തായാലും പിടിച്ചെടുക്കേണ്ട നമ്മൾ സ്വാഭാവികമായും നമ്മുടെ സ്വന്തം പൃഷ്ഠത്തിനിട്ട് വെടിവെച്ചിട്ട് പോലീസിലോട്ട് പോവോ? ജാമ്യം കിട്ടുമോ? കാശ്മീർ സംസാരിക്കാൻ അനുവദിക്കൂ, ഇടയ്ക്ക് സംസാരിക്കാതെ. അപ്പൊ ഞാൻ പറയുന്നത്, മൊബൈൽ അദ്ദേഹം ബുദ്ധിപൂർവ്വമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അദ്ദേഹം ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായാലും സൈബർ സെല്ല് വന്നു കഴിഞ്ഞാൽ, ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ആദ്യം മൊബൈലും മറ്റ് സംവിധാനങ്ങളും എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം പിടിച്ചെടുക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ പിടിച്ചെടുക്കാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന എന്താ? മൊബൈലല്ലേ. അദ്ദേഹം മൊബൈൽ പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി, പോലീസിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബുദ്ധിപൂർവ്വം കളിച്ചതാണ് ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. മണ്ടന്മാരായത് പോലീസൊക്കെയാ. പോലീസും നിങ്ങളെ പോലുള്ള ഒരു മണ്ടന്മാരായത് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. സംശയമുണ്ടോ? 3-4 ദിവസത്തിനകം അദ്ദേഹം പുറത്ത് വന്നിരിക്കും, അദ്ദേഹത്തിന് പുറത്ത് കൊണ്ടുവന്നിരിക്കും. ഒരു മാറ്റമില്ല. 14 ദിവസം അതൊരു നടപടി മാത്രമാണ്. ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യുന്ന പ്രതിയെ 14 ദിവസം റിമാൻഡ് ചെയ്യുന്നു. അത് നടപടി മാത്രമാണ്. അല്ലാതെ 14 ദിവസം അദ്ദേഹത്തെ ഇട്ടേക്കാൻ ഇപ്പൊ തന്നെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസാണ്. അതറിയോ? അതിനുള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ. 3 വർഷത്തിനകത്ത് ശിക്ഷയുള്ള കേസുകളിലെല്ലാം അതായത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളിലാണ് കോടതിയിലേക്ക് പോയത്. രാഹുൽ പറഞ്ഞു, ഞാൻ ഇനിയും മാങ്കൂട്ടിൽ സംസാരിക്കും, ഞാൻ ഈ പറഞ്ഞ എല്ലാ തെളിവ് ഒളിപ്പിക്കും, ലാപ്ടോപ്പ് ഒളിപ്പിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് ജാമ്യം കിട്ടാതെ പോകുന്നത്. അദ്ദേഹത്തിന് ഒരു ഇരയാക്കിയതല്ലേ? അദ്ദേഹത്തിന് ഒരു ഇരയാക്കി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വെച്ച് രാഹുൽ ഈശ്വറിനെ അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചർച്ച കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങ് പോകും. അപ്പൊ മറ്റുള്ള കാര്യങ്ങൾ ഒരുപാട് മൂടിവെക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.